ഹലോ, വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ടൗണിലേക്കൊന്ന് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഷേർലി ആൻറ്റി ഉണ്ട് കേട്ടോ. അമ്മയുടെ സിസ്റ്ററാണ്. ആൻറ്റി പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ദിവസം വന്നിരിക്കുക. ഞങ്ങൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങളവിടെ എത്തി. അമ്മയ്ക്കൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം സാരികളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമായില്ല. നമുക്ക് വന്ന സെയിൽസിൽ ചേച്ചിമാർ കിട്ടില്ലെന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് സാരി എടുത്തതിൽ അതിലൊരെണ്ണം അമ്മയ്ക്ക് നന്നായി ഇഷ്ടമായി. ഞങ്ങളത് എടുത്തു. അമ്മ ഹാപ്പി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. അടുത്തത് നമ്മൾ പോകുന്നത് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിരൂരുള്ള ഫ്രഷ് ഡേയ്സ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എല്ലാ മാസവും ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ എടുക്കാറ്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് എടുക്കാൻ തുടങ്ങി. ഇത്തവണ ആദുവിനെ കൂട്ടിയിട്ടില്ല, കാരണം കഴിഞ്ഞ തവണ വന്നിട്ട് ഈ സൂപ്പർ മാർക്കറ്റ് തിരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞു, നീ വരണ്ട, പപ്പയുടെ കൂടെ കാറിലിരുന്നോ, ബില്ല് ചെയ്യുന്ന സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിരുത്തിരിക്കുക. ആ വന്ന ഒന്നും നടക്കില്ല, കാരണം അവിടെ ഓടി ഇവിടെ ഓടി വീണ് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ പിന്നെ വീട്ടിലേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഇവിടെ തന്നെയാണ് വാങ്ങുന്നത്. കാരണം നമുക്ക് ദിവസം ഓരോന്ന് വാങ്ങാനുള്ള സമയം സാഹചര്യം കിട്ടാത്തതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ തക്കാളിയിൽ ഏറ്റവും വലിയ തക്കാളി എടുക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചധികം സമയമായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവർ വെളുത്തുള്ളിയോടായി മത്സരം. ഇതിൽ ഏറ്റവും വലിയ വെളുത്തുള്ളി ആരാണ് എടുക്കുന്നത് മത്സരിക്കുകയാണ് രണ്ടുപേരും കൂടി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അതിനെ ഞങ്ങൾ വിളിച്ചു. ജ്യൂസ് മസ്റ്റാണ് അവന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു. അവനും ഹാപ്പി. ഓടാൻ ഇനി വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാകുന്നതാണ് അവൻ തപ്പി നടക്കുന്നത്. ഇനി ആദ്യം കുറച്ച് കലാപരിപാടികൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് ചെയ്യാനായി എത്തി. എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത്രയും വലിയ ബില്ലാട്ടോ അവരെനിക്ക് തന്നത്. അതാണ് തോന്നുന്നു ഒരു 10-15 കൂപ്പൺ എനിക്ക് കിട്ടി. ഇതൊക്കെ വെറും വേസ്റ്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ എഴുതണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും അടിച്ചാലോ എന്ന് കരുതി ആ 15 കൂപ്പൺ ഞാൻ മെനക്കെട്ടിരുന്ന് എഴുതിയിട്ടോ. അങ്ങനെ അതൊക്കെ പ്രാർത്ഥിച്ച് ബോക്സിലൊക്കെ ഇട്ടു. അടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അടുത്തത് പോകുന്നത് മെയിൻ പരിപാടിയാണ്, ഫുഡ് അടിക്കാൻ. നമ്മൾ ടൗണിൽ വന്നാലും മിസ്സാക്കാത്തൊരു കാര്യമാട്ടോ ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മളെല്ലാ തവണയും ചിക്കിങ്ങിലേക്കാണ് വരുന്നത്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചിക്കിങ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നാൽ ഈ മെനു വായിച്ച് പഠിക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഏട്ടൻ അത് കുറേ വായിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ആദ്യമാണ് പഠിക്കുന്നത്. അതിന് വായിക്കാനൊന്നും അറിയില്ലെങ്കിലും അവൻ ഷോർട്ടിരുന്ന് തന്നു. പിന്നെ ഞാനായിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ച് ഞാനും കുറച്ച് നേരം മെനു വായിച്ചിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് അധികം ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട്, കാരണം അവൻ കളിക്കുന്ന സമയത്തൊന്ന് വീണിട്ട് ചുണ്ടൊക്കെ പൊട്ടി 2 സ്റ്റിച്ചൊക്കെ ഇട്ട് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ ഇന്നലെയാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പപ്പയോട് ഓരോന്നായിട്ട് പറഞ്ഞിരിക്കുക. പപ്പ ക്ഷമയോടെ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ തള്ളാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു കേട്ടോ. ഷേർലി ആൻറ്റി നമ്മുടെ അടുത്ത് കുറേ കാലത്തിന് ശേഷമാണ് നിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ സംസാരിച്ചു നമ്മൾ. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ പിന്നെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.